ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എൻ്റെ കർത്താവേ. इसमें नारावाने जी ने कहा है कि उनका मेमोआर है, उसे सरकार पब्लिश नहीं होने दे रही है. इसमें सब लिखा है. രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ചെറിയൊരു എംപിയോ അല്ലെങ്കിൽ ഒരു ചെറിയ നേതാവല്ല, രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു നടപടിക്രമം ഉണ്ടാകാൻ പാടുണ്ടായിരുന്നില്ല എന്നാണ് എന്റെ ഒരു ടേക്ക്. ഈ നേരത്തെ നമ്മൾ ഈ പറയുന്ന പോലെ കാരവാൻ മാഗസീനിൽ വന്ന് ചർച്ച ചെയ്ത് കഴിഞ്ഞ ഒരു വിഷയമാണിത്. എത്രയോ കുറേ നാളുകൾക്ക് മുൻപ് ഈ പുസ്തകത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ കാരവാനിൽ വരുന്നു. അത് അന്ന് ചർച്ചയായി രാജ്യത്ത് ഏറെക്കുറെ എല്ലാവരും ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു. അതിനെ വീണ്ടും സഭയിൽ കൊണ്ടുവന്ന് ഈ ഒരു ദിവസം ചർച്ചയ്ക്കെടുക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്നാണ്. രാഹുൽ ഗാന്ധി പറയുന്ന സ്ഥലം ലഡാക്ക് പോലുള്ള സ്ഥലങ്ങൾ നമ്മളിൽ നിന്നും പോയി, ചൈന അടക്കമുള്ള ഭാഗങ്ങൾ നമ്മളിൽ നിന്നും പോയി എന്ന് പറയുന്നുണ്ടല്ലോ. 1962 ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു രാഹുൽ ഗാന്ധിയുടെ ആരാ? മുത്തച്ഛൻ. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. അന്ന് മുത്തച്ഛൻ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം ഈ രാഹുൽ ഗാന്ധിയുടെ തലയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷേ രാഹുൽ ഗാന്ധി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉന്നയിക്കില്ല. കാരണം ഈ 62 ഇവിടെ ഒരു പുല്ല് പോലും മുളയ്ക്കില്ല, ഈ ലഡാക്ക് ഭാഗത്തുനിന്ന് ഒരു പുല്ല് പോലും മുളയ്ക്കില്ല എന്ന് പറഞ്ഞ ആളാണ് ഈ നെഹ്റു എന്ന് പറയുന്നത്. മാത്രമല്ല ഈ ചൈന ഈ അതിർത്തി പ്രദേശങ്ങളൊന്നും അതിനൊന്നും ഒരു വിലയും കൽപ്പിക്കാതെ, അതൊന്നും ഒരു പ്രസക്ത ഭാഗമേ അല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞ നെഹ്റുവിന്റെ കൊച്ചുമകനാണ് ഇപ്പോഴത്തെ ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി. അന്ന് മുത്തച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരുന്നെങ്കിൽ ഇന്നിപ്പം കൃത്യമായും കേന്ദ്രമന്ത്രിമാർക്ക് ഒരു മറുപടി കൊടുക്കാനെങ്കിലും കഴിയുമായിരുന്നു രാഹുൽ എന്നാണ് എൻ്റെ ഒരു ടേക്ക്. സത്യത്തിൽ രാഹുൽ ഈ വിഷയം പറയും തോറും കോൺഗ്രസിന് ഈ അടി കിട്ടാൻ ഒരു വടി കൊടുക്കുന്ന പോലെയാണ്, അല്ലെങ്കിൽ കേന്ദ്രത്തിന് ഒരു വടി കൊടുക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. വലിയ രാജ്യത്തോട് അത്രയും സ്നേഹമോ അതല്ലെങ്കിൽ ഇതൊക്കെ ഭയങ്കരമായിട്ടും നിരീക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന മനുഷ്യന്മാരായിരുന്നില്ല പണ്ട് നെഹ്റു ഇക്കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ ഇന്ന് ആൾക്കാർ ഭയങ്കര റിജിഡായിട്ട് ചിന്തിക്കുന്ന മനുഷ്യരാ. നമ്മുടെ ഭൂമി നിങ്ങൾ കൊണ്ടുപോയി വിട്ടുകൊടുത്തില്ലേ എന്നൊരു ചോദ്യം ഉന്നയിക്കാൻ പോലും രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ ഈ സ്റ്റേറ്റ്മെന്റും ഇന്ന് സഭയിൽ നടത്തിയ പ്രതികരണങ്ങളും പ്രകടനങ്ങളും ഒക്കെ വഴിവെച്ചു എന്നാണ് എൻ്റെ ഒരു ടേക്ക്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ എല്ലാ അധികാരങ്ങളും ഉള്ള ആൾക്കാരാണ്. ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ കഴിയില്ല എന്ന് കേന്ദ്ര സർക്കാർ ഇതുവരെ പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടില്ല. കാരണം കാരവാനിൽ ഈ ഒരു മാസികയുടെ ഈ പ്രസക്ത ഭാഗം നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ ഭാഗങ്ങളൊക്കെ നേരത്തെ വന്നതല്ലേ. ഈ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് അങ്ങനെ ഒരു നടപടി ഉണ്ടായിട്ടില്ലല്ലോ, ആരും ഒരു സ്റ്റേറ്റ്മെന്റ് ഇതിൽ നടത്തിയിട്ടില്ലല്ലോ. എന്തിന് നരവനെ പറഞ്ഞോ എന്റെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ കഴിയാതെ ഞാനിവിടെ പെട്ടുകിടക്കുകയാണ്, എന്നോട് പകപോക്കുകയാണ്, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. നരവനെയും പറഞ്ഞിട്ടില്ല, കേന്ദ്ര സർക്കാരും പറഞ്ഞിട്ടില്ല, ഒന്നുമില്ല. അപ്പം പ്രസിദ്ധീകരിക്കാത്ത ഒരു പുസ്തകത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ എടുത്തുകൊണ്ട് വന്ന് സഭാ നടപടികളെ അലങ്കോലപ്പെടുത്തി രാഹുൽ ഗാന്ധി എന്നാണ് ഇന്നത്തെ എൻ്റെ ഒരു ടേക്ക്. ഇവിടെ പ്രസിദ്ധീകരിക്കാത്തതാണ് എന്ന ഒറ്റയടിക്ക് നമുക്ക് പറയാൻ കഴിയില്ല. കാരവൻ എന്ന മാഗസിൻ ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഈ പുസ്തകത്തിന് ഇതുവരെ എന്താണ് അനുമതി കൊടുക്കാത്തതെന്ന്? ഇത് നിങ്ങൾ പ്രസിദ്ധീകരിച്ചോളൂ എന്ന് കേന്ദ്ര സർക്കാർ അനുമതി കൊടുത്താൽ തീരുന്ന പ്രശ്നമാണ്. ഇത് ഇല്ല, ഇത് അനുമതി അല്ല. അത് നമുക്ക് ഇവിടെ കേരളത്തിൽ ഇന്ത്യയിലെ ചില പ്രസാധകർ തന്നെ ഒരു സുപ്രഭാതത്തിൽ അപ്രത്യക്ഷമായ ചരിത്രം വേറെയുണ്ട്. വാസ്തവമാണ്, ഞാൻ എടുത്തു പറയാം. നീ ഒന്നും പണയണ്ട. ഏറ്റവും ഒടുവിലുണ്ടായ കാശ്മീരിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട് എന്താണ് നമ്മുടെ ആശങ്ക? അതല്ല ഞാൻ പറഞ്ഞത്. ആ ഒരു വാർത്താ സമ്മേളനത്തിൽ സുരക്ഷാ വീഴ്ചയെ കുറിച്ച് കമാ എന്ന് മിണ്ടാൻ ഈ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. സത്യമാണോ ഈ പറയുന്നത്? രാഹുൽ ഗാന്ധി ഇത് എടുത്ത് ഉന്നയിക്കുക. രാഹുൽ ഗാന്ധി പറഞ്ഞല്ലോ ഞാനിത് ഉന്നയിക്കാൻ ഉദ്ദേശിച്ചു വന്നതൊന്നുമല്ല, പക്ഷെ ഉന്നയിക്കേണ്ടി വന്ന സാഹചര്യം അല്ല ഇത് കൊണ്ടുവന്നിട്ടുണ്ടോ? അദ്ദേഹം വായിക്കാൻ അദ്ദേഹം അത് വായിക്കാൻ